ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് മീൻ ബി ഹിയർ. മാഗ്നവിഷൻ ടിവിയുടെ താരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കൂൺ എന്ന സിനിമയുടെ വിശേഷം നമ്മളോട് പങ്കുവെക്കാൻ രണ്ട് അതിഥികൾ വന്നിരുന്നത്. നമസ്കാരം. നമസ്കാരം. മെറീസ ആൻഡ് ഗിരിധർ അല്ലേ? ഞാനിവിടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണം. ഇപ്പൊ പടം ഇറങ്ങാൻ പോവാണ്, അതിൻ്റെതായ എക്സൈറ്റ്മെന്റ്. അപ്പൊ കൂൺ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, കൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ഇതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ വന്നത്? എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. അപ്പോൾ കൂൺ ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടറാണ്. നമ്മൾ കൂണിനെ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. യു മീൻ മഷ്റൂം? ആ മഷ്റൂം അല്ല, ആ മഷ്റൂം അല്ല, ഇത് സാധാ മഷ്റൂം. ഇല്ല, അങ്ങനത്തെ പരിപാടിയല്ല. മീൻസ് ഇത് കൂൺ എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റേ കൂൺ അതാണ്, പക്ഷെ അതിനൊരു വേറെ അണ്ടർനായിട്ട് വേറെ മീനിങ് ഉണ്ട് അതിനകത്ത്. ഇത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഇതിന്റെ ആപ്പണെ നോക്കി? ഇതിൽ 2 കൊല്ലം ബാക്ക് ആണ് ഇതിന്റെ ടീസർ, ട്രെയിലർ ഒന്നും ഇല്ല. കാണുമ്പോൾ തന്നെ ഒരു 2 ക്യാരക്ടേഴ്സ് ഉള്ളൂ, ഒരു അധികം കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ ഒറ്റ സറൗണ്ടിങ് നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് തോന്നിയ ടീസർ കണ്ടപ്പോൾ. ശരിക്കും എന്താണ്, എങ്ങനെയാണ്? അങ്ങനെ തന്നെ ഒരു പടമാണ്. കുറച്ച് ക്യാരക്ടേഴ്സിന്റെ അകത്തോടെ പോകുന്ന, മെയിൻലി ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാളുടെ ലൈഫിൽ കൂടെ പോകുന്ന ഒരു ഇതാണ്. അത് നമ്മൾ ശരിക്കും കൊറോണയുടെ കറക്റ്റ് ടൈമിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. 18 ഡേയ്സിൽ നമ്മൾ പടത്തിന് ഷൂട്ട് തീർക്കണം. ഇതെടുക്കുന്നതിൻ്റെ നടുക്ക് കുറച്ച് പേർക്ക് കൊറോണ വന്നു, എന്നിട്ട് ക്വാറന്റൈനിൽ നിൽക്കേണ്ടി വന്നു. അങ്ങനെ കുറേ സ്ട്രഗിൾസിൻ്റെ അകത്തോടെയൊക്കെ എടുത്തതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് OTTക്ക് വേണ്ടിയാണ്, അന്നത്തെ കാലത്ത് നമ്മൾ OTTക്ക് വേണ്ടി പടങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തത്. അത് കഴിഞ്ഞ് നിയമം മാറി, അല്ലാതെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 2021 കയ്യാറൊക്കെ ആയപ്പോൾ സെൻസറൊക്കെ ഫുൾ ചെയ്ത് കഴിഞ്ഞാണ്. പക്ഷേ ഇപ്പോഴാണ് സാഹചര്യം റിലീസ് ചെയ്യാൻ പറ്റും. തിയേറ്റർ റിലീസിനും കൂടെ ഉള്ള ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത്? ഞാൻ ഇതിൻ്റെ അത് ജിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. സിതാര അപർണ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു പോലീസ് ഓഫീസർ, ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ലെവലിലാണ് വരുന്നത്. പക്ഷെ അത് പിന്നീട് വരുമ്പോൾ വേറെയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തോ റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. സസ്പെൻസ് ആണ്, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഓരോ 10 മിനിറ്റിലും നമുക്ക് എന്താ പറയുക, അടുത്ത് എന്തെന്ന് ഉണ്ടാക്കുന്ന ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു എലമെന്റ് ഈ ഫിലിമിനുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം മനുഷ്യരെ പിടിച്ചിരുത്തി ആ ഒരു വേറൊരു കാര്യം ചിന്തിക്കാതെ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റും. പിന്നെ കുറേ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കാണുമ്പോൾ അത് മനസ്സിലാവും. ഒരാളുടെ ഒരു സർവൈവലാണ് ഈ പടം. ശരിക്കും നിങ്ങളുടെ ഡ്രീം സിനിമ തന്നെയായിരുന്നു? ഡെഫിനറ്റ്ലി എൻ്റെത് വളരെയധികം ചൈൽഡ്ഹുഡ് സിനിമ തന്നെയായിരുന്നു. അതെ, ചെറുപ്പം തൊട്ട് സിനിമ ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് കോളേജൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ടൈം പീരീഡ് തന്നു, അതിനുള്ളിൽ മര്യാദയ്ക്ക് അത് തന്നെയായിരുന്നു വീട്ടിലെ ഇത്. അല്ല, നോർമലി നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരു എതിർപ്പുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയാൻ അങ്ങനത്തെ ഇതാണ്. കുറെ വാർത്തകൾ കാണുമ്പോൾ പുറത്തുനിന്ന് ഒരു സിനിമയിലോട്ടാന്ന് പറയുമ്പോൾ തന്നെ നശിക്കാനുള്ള പോക്കാണ്. അങ്ങനെ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് അപ്പൊ എത്ര തവണ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനൊരു സ്വന്തം ഫേസ് ഒന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ ഓഡീഷൻസ് അങ്ങനെ ഇത് ഉള്ള രീതിയിൽ കുറെ എന്നുവെച്ചാൽ നമ്മൾ ചോദിക്കണം. നമുക്കൊരു എക്സ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാലല്ലേ നമുക്ക് പിന്നെയും ചാൻസസ് കൂടുതൽ കിട്ടുള്ളൂ. അതാകാൻ വേണ്ടിയുള്ളൊരു സ്ട്രഗിളുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ചാൻസ് ഉണ്ടോ അല്ല, അങ്ങനെ ഒരു ഓഡീഷൻസ് ഒക്കെ കുറെ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് എത്തുന്നത്. ആദ്യത്തെ ഒരു സ്ട്രഗിൾ ഉണ്ട്. ചില പോയിന്റ്സിൽ നമുക്ക് തോന്നും, പക്ഷെ നമുക്ക് ഡീപ്പ് ഡൗൺ നമുക്ക് ഇതാവണം. നമ്മുടെ ഒരു പാഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി തോന്നിയാലും നമ്മൾ കുറെ കരഞ്ഞു കഴിഞ്ഞാലും പിറ്റേ ദിവസം നമ്മൾ എഴുന്നേക്കും. ആ ഒരു മോഡായിരുന്നു. ഒരു ആക്ടർ മാത്രമല്ല, ഒരു ഡാൻസർ കൂടി ആണല്ലോ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് പലരും പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് പല ടെക്നിക്കലായിട്ട് പഠിച്ചിട്ട് വേണം സിനിമയിൽ അഭിനയിക്കാൻ? അങ്ങനെ കുറെ പേര് അസിസ്റ്റന്റ് ആയിട്ട് കയറി പിന്നീട് അഭിനയിക്കാൻ പോയ ഒരുപാട് പേരുണ്ട്. അങ്ങനെ വല്ല കൊതികൊണ്ടാണോ അങ്ങനെ പോയത്? അല്ല, ചെറുപ്പത്തിലെ അഭിനയിക്കണം എന്നുള്ള ഭ്രാന്ത. കാരണം അച്ഛനൊരു മലയാള പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, അത് ഫെയിലിയറായി. അപ്പോൾ ആ സിനിമ കാണാൻ പാടില്ല അങ്ങനെയുണ്ട്. പക്ഷേ ഞാൻ പോകുന്ന എനിക്കിഷ്ടം സിനിമയായിരുന്നു. അപ്പോൾ കാണാതെ പോയി സിനിമ കാണുമായിരുന്നു. പക്ഷേ കുറച്ച് മുതിർന്നപ്പോഴാണ് വളരെ, അന്നത്തെ കാലത്ത് ചെന്നൈയൊക്കെ പോവും, പിന്നെ അഭിനയം പഠിക്കാൻ പോയി, ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ഷൻ കിട്ടുന്നില്ല, പിന്നെ അങ്ങനെ കുറേ, അത് വേറെ ബാക്ക്ഗ്രൗണ്ടാണ്. വളരെ വിഷമത്തിലോട് പോയി. അതിനകത്ത് ഡ്രാമ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഡ്രാമ കണ്ടിട്ട് കലവൂർ രവികുമാർ ഇഷ്ടം നമ്മളൊക്കെ ചെയ്ത
പുള്ളി എന്നെ ഒരു കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ പടത്തിലൂടെ ഒരു വില്ലൻ വേഷം തന്നു. പക്ഷെ അതിന് കണ്ടാലും തോന്നുന്നു ചെറിയൊരു വില്ലൻ. പുള്ളി ബേസിക്കലി ഇവിടെ നല്ല തമിഴ്നാടാ. ഞാൻ തമിഴ്നാടാണോ? ഞാൻ ബേസിക്കലി തമിഴനാണ്, പക്ഷെ മലയാളി ആയിട്ടാണ് നിൽക്കുന്നത്. അടിപൊളി. പക്ഷെ തമിഴ് പറയുന്നത് കേട്ടോ ആള്. പക്ഷെ ഞാൻ കടസിയിലെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവിയിൽ നല്ലൊരു വേഷം ചെയ്തു. അടിപൊളി. ഇപ്പൊ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് അവിടുത്തെ സിനിമകൾക്ക് ഇപ്പോഴും ഒരു റോ ഇതുണ്ടാവും. പറയുന്ന ഡയലോഗ് ആയാലും ശരി, ആക്ഷനിലായാലും ശരി ഇതുണ്ടാവും. അതുകൊണ്ടാണ് മലയാളികൾക്ക് ഇച്ചിരി ഇഷ്ടം. അത് കുറച്ചൊരു വേറെ എക്സാഗ്രേറ്റ്. പക്ഷേ എൻ്റെ കടസിയിലെ ബിരിയാണി എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സിൽ എടുത്തിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ അത് കാണുമ്പോൾ മനസ്സിലാവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എൻ്റെ പോക്ക് വരവ് നടത്തം ഇരുത്തമൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര എപ്പോഴും തോന്നിയിരിക്കുന്നത് ഡാൻസറായ ചെറുപ്പത്തിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാൻസ് പഠിച്ച ഒരാളാണ്. ഇപ്പം ഞാൻ കഥക്കിലാണ് നിൽക്കുന്നത് 10 years ആയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു ഫെമിനിയൻ വെച്ച് കണ്ണിലുണ്ടോ മുഖത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുക, ഭയങ്കര വിഷമം തോന്നും. പക്ഷേ എപ്പോഴും ഞാൻ വിചാരിക്കും ഒരു വില്ലനായിട്ട് എപ്പോഴെങ്കിലും വന്നാൽ ഇതൊക്കെ മാറ്റാമല്ലോ എന്ന്. പക്ഷേ എന്നെ ഫസ്റ്റ് മൂവിയിലേക്ക് വില്ലനായിട്ട് വിളിച്ചു. പിന്നെ തുടർന്ന് കടസിലെ ബിരിയാണിയിൽ ഞാൻ ഇൻസ്പെക്ടറാണ്. ഇതിനായിട്ട് ഇങ്ങനെ ഇനി വരാൻ പോകുന്ന മൂവിയിൽ വില്ലനാണ്, വേറൊരു പടത്തിൽ വില്ലൻ. തനിക്ക് ഇങ്ങനത്തെ വേറെ ഹിഡൻ ടാലന്റ് ഉണ്ടോ? എനിക്ക് വേറെ ഹിഡൻ ആയിട്ടൊന്നുമില്ല. ഞാൻ ഒരു ഒതുങ്ങിയ ക്യാരക്ടർ ഓഫ് അങ്ങനെ എന്നാലും എന്തൊരു പാട്ട് പാടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പാട്ടൊന്നും പാടൂല. പാട് പടത്തേ ഉള്ളു. ശരിക്കും കരിയറിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഡ്രീം ഉണ്ടാവുമല്ലോ. ഇന്ന പോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ആളെ പോലെ ആയിരുന്നെങ്കിൽ, ഇന്ന പോലെ ലൈഫ് ആയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഡ്രീം എന്താണ് നിങ്ങളുടെ? എനിക്ക് ഒരാളെ പോലെ ആവണമെന്നില്ല. എനിക്ക് എൻ്റെതായ ഒരു ലേബലിൽ എന്നെ അറിയുന്ന രീതിയിൽ എനിക്ക് എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ ഒരു പടം എന്തെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടിട്ട് താൻ ചെയ്തത് നന്നായിരുന്നു എന്ന് പറയണം, കേൾക്കണം എന്നുള്ളത് ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ ഒരു ലേബൽ കൊണ്ടുവരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മെയിനായിട്ട് നമ്മളിപ്പോൾ മലയാള സിനിമ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ചില അവരുടെ മിസ്റ്റേക്ക് ആവാം, ഇന്ന ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. ആ ആളുകളെ ചൂണ്ടിക്കാണിക്കാതെ ഇപ്പം വരുന്ന തലമുറയെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ സിനിമ ആഗ്രഹിച്ച് വരുന്നവർ കൂടെ സംശയത്തിന് മുന്നിൽ. കാരണം സിനിമയാണോ ഇങ്ങനെയാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോഴും സിനിമയിലോട്ട് പോകുമ്പോൾ ആളുകൾ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര് ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്, ഞങ്ങളെ കൂടെ ഇങ്ങനെ സംശയിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞ് കുറേ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളിലിങ്ങനെ ഓർത്തായിരുന്നു, ഇനി എന്നെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുമോ, ഞാനും അങ്ങനെ ഒരു ഇതാവുമോ എന്നൊക്കെ ഓർത്തു. പക്ഷേ ഇപ്പം ഞാൻ ചെയ്ത ഒരു ഫിലിമുകളിലൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം നേരിടേണ്ടി വന്നിട്ടില്ല. സോ ഞാൻ ഓർത്തു ഇപ്പം ഞാൻ അങ്ങനെ എനിക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ അങ്ങനത്തെ ഇപ്പം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് അഫ്കോഴ്സ് ജസ്റ്റിസ് വേണം. അവർക്ക് അങ്ങനെ ഒരു അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അതിനുള്ളൊരു നീതി വേണം. പക്ഷേ എനിക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനത്തെ ഒരു അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഇതുണ്ട്, മനുഷ്യരിപ്പം ഇനി കുറച്ചും കൂടി ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായല്ലോ ആക്ച്വലി സിനിമയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നം. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് അതെല്ലാം മാറും. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്? കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ അടുത്ത പടങ്ങൾ എങ്ങനെയാണ്? കാരണം കുറെ പേര് പടങ്ങളിൽ നിന്ന് വാർത്തകൾ വന്നായിരുന്നു, കമ്മിറ്റ് ചെയ്ത പടങ്ങളിൽ നിന്ന് ഒഴിയുന്നു, അങ്ങനെ കുറെ വാർത്തകൾ. പുതുതായിട്ടുള്ള യുവതലമുറയിലുള്ളവരൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ എങ്ങനെ ഓവർകം ചെയ്യാനാണ്? കാരണം എല്ലാത്തിനും ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തെറ്റ് ചെയ്തില്ലെങ്കിലും ആരോ ചെയ്ത തെറ്റ് നമ്മൾ പഴിയേക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് വിചാരിക്കുന്നത്? ഇനിയും ഒരുപാട് പടങ്ങൾ, സിനിമയാണ് ആഗ്രഹം എന്ന് പറയുന്നു. ഞാൻ എൻ്റെ പാത്തിൽ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും പടങ്ങൾ വരുന്നത് നല്ലതാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ഓർത്തേക്കണത്. പക്ഷേ ഇതൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതെല്ലാം ഒരു നിയമങ്ങൾ മാറി വരുമായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞവർക്ക് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കോടതി വിധിക്കും. അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫേസിലേക്ക് ചിലപ്പോൾ മലയാള സിനിമ എത്തിയെന്ന് വരാം. അപ്പോഴെല്ലാവർക്കും കുറച്ചും കൂടെ ഒരു ധൈര്യത്തിൽ വന്ന് ചിലപ്പോൾ ഇനി വരുന്ന ജനറേഷന് കുറച്ചും കൂടെ ധൈര്യത്തിൽ വരാനുള്ള ഒരു സ്റ്റെപ്പായിരിക്കാം ഇത്. അപ്പം അതിനും കൂടെ വേണ്ടി എല്ലാം മാറും, എല്ലാം നല്ലത് പഴയതുപോലെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു. പ്രതീക്ഷയാണല്ലോ എന്നോട് വയ്ക്കുന്നല്ലേ ചേട്ടാ? ഇപ്പോൾ ഇത്ര ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ ഡെയിലി കാണുന്നതാണ് ഓരോ സിനിമയിൽ നടക്കുന്ന അന്യായങ്ങൾ, ഇതൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്താലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഫേസ് ചെയ്യുമ്പോൾ എന്ന് മറുപടി പറയാം? അങ്ങനെ ഇല്ല. ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ ഈ പറയുമ്പോൾ ലേഡീസിൻ്റെ കൂടുതൽ പറയുമ്പോഴോ ഞാൻ എത്രയോ വർഷങ്ങളായി, എനിക്ക് 45ൻ്റെ അടുത്തത്തെ
പക്ഷെ അപ്പോഴൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അന്നത്തെ സമയത്തൊക്കെ അച്ഛൻ അറിയുന്ന ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു, ഞാൻ അലഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് 3 years 4 years ഒക്കെ ഒരു ഡയറക്ടർ മാത്രം 5 years എന്നെ നടത്തിച്ചിട്ട് ചാൻസിന് വേണ്ടി വീട്ടിലൊക്കെ ഇങ്ങനെ ഡെയിലി പോകും, രാവിലെ പോകും വൈകിട്ട് പോകും, അത്രയും എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ സിനിമ ചെയ്യുമ്പോൾ പുള്ളി എന്നെ വിളിച്ചില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അതൊരു മറ്റൊരു വിഷം നോക്കുമ്പോൾ ജെൻസ് ഇങ്ങനെയും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതൊന്നും ആ വിഷമമൊന്നും ആരും കാണുന്നില്ല. അത് പറയുമ്പോഴാണ് തന്നെ ഇപ്പം ഇങ്ങനത്തെ കാസ്റ്റിംഗ് കൗച്ചുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലേഡീസിന്റെ പ്രോബ്ലംസ് പറയുന്നുണ്ട്. അപ്പോൾ ജെൻസിന്റെ ഇതിലേക്ക് വരുമ്പോൾ ലേഡീസിനോടാണ് അഡ്ജസ്റ്റ്മെന്റ് ആ പറയുന്നതെങ്കിൽ ജെൻസിനോടാണെങ്കിൽ ഇത്ര ലക്ഷം തരുവാണെങ്കിൽ ഇത്ര രൂപ തരുവാണെങ്കിൽ ഒരു റോള് തരാം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ പക്ഷെ ഇന്ന് വരെ എന്നോട് ആരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊരു ഓഡീഷനിൽ പോയിട്ടുള്ള അഭിനയിക്കാനുള്ള കഴിവ് എനിക്കില്ല. കാരണം എനിക്ക് ഓഡീഷനിൽ പോയി കഴിഞ്ഞാൽ 2 ഓഡീഷനിൽ പോയിട്ടുള്ളൂ, 2ലും എനിക്ക് മനസ്സിലായി എനിക്ക് ആ കഴിവില്ലെന്ന്. പക്ഷേ എന്തോ ഭാഗ്യം പോലെ തേടി വന്നതായിരുന്നു. ഇപ്പോൾ ഈ പടമായാലും ഇതിനു മുമ്പ് ചെയ്തത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തേടി വന്നതുപോലെ വന്നപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെ വന്നു. നമ്മുടെ കൂണിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്തധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലെന്ന് പറയാം. അപ്പോൾ ഒരു ചെറിയ സറൗണ്ടിൽ നിന്ന് അധികം ക്രൂവും കാണത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഉണ്ട് ഒരു ചെറിയ സറൗണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത്? ശരിക്കും ഒട്ടും ക്രൂ ഉണ്ടായിരുന്നില്ല. നമുക്ക് കൊറോണയുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മലയാള സിനിമയിൽ ശരിക്കും എല്ലാവരും പടത്തിലേക്ക് വന്നു തുടങ്ങിയില്ല, എടുത്ത് ക്യാമറ വെച്ചില്ല. അതിന് മുന്നെയാണ് ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരേ ഉള്ളൂ, എക്സ്പെഷ്യലി കുറേ മെയിൽസാണ് കൂടുതലുള്ളത്. ആകെ ഫീമെയിൽ ഇതിൻ്റെ അകത്ത് 3-4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു ഫീമെയിൽ നമ്മളുടെ ആവശ്യത്തിനായിട്ട് ഒരാളുണ്ടായിരുന്നു. അത് അല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ഒരു ലിമിറ്റഡ് സ്പേസിലായിരുന്നു. പിന്നെ സിങ് സൗണ്ട് ആയിരുന്നു പടം മൊത്തത്തിൽ. അപ്പം നമുക്ക് ഡയലോഗ്സ് തെറ്റിക്കാൻ പറ്റില്ല, നമ്മൾ കറക്റ്റായിട്ട് പറയണം, മാറിപ്പോകാൻ പാടില്ല, ഒത്തിരി ടേക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ കുറേ സ്ട്രഗിളിൻ്റെ അകത്തോടെയാണ് നമ്മൾ ഈ പടത്തിൻ്റെ അകത്തോടെ പോയത്. പിന്നെ കൃത്യസമയത്ത് തീരണം, അങ്ങനെ.